സത്യം പറഞ്ഞാൽ ഈ നോറ എന്തിനാണ് ഇവിടെ നിർത്തിയേക്കുന്നതെന്ന് എനിക്ക് യാതൊന്നും മനസ്സിലാകുന്നില്ല. ഒന്നാമത്തെ കാര്യം പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. ചലവില അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് കണ്ണു നിറയും, മുഖം വീർപ്പിക്കും, പിന്നൊരു ബഹളമാണ്. ഇന്നും അതുപോലെ ഒരു സംഭവം ഉണ്ടായി. ടാസ്കിൻ്റെ കാര്യം കൈകെട്ടി രണ്ടുപേരെയും കൂടെ, ജിൻഡോയെയും നോറയും കൈകെട്ടിയ കാര്യം പറയുന്നുണ്ട്. അതിന് സഹകരിച്ചില്ല എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. എന്തു പറ്റി നോറ എന്ന് ചോദിച്ചപ്പോൾ നോറ പറഞ്ഞ ഒരു കാര്യമാണ്, എൻ്റെ സഹോദരിക്ക് ഏതാണ്ട് അസുഖമാണ്, അത് അച്ഛൻ സിഗരറ്റ് വലിച്ചുകൊണ്ടാണ് ഉണ്ടായത്, അത് എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാൻ തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞു ജിൻഡോയോട് സിഗരറ്റ് വലിക്കരുതെന്ന് പറഞ്ഞു, എന്നിട്ട് എന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയി സിഗരറ്റ് വലിച്ചു എന്ന് തന്നെ നോറ ആദ്യം പറയുന്നു. അപ്പം ജിൻഡോയോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്കും തോന്നി ജിൻഡോ ചെയ്തൊരു തെറ്റായിപ്പോയല്ലോ എന്ന്. അപ്പം ലാലേട്ടൻ ജിൻഡോയോട് ചോദിക്കുന്നുണ്ട്, ജിൻഡോ എന്തിന് സിഗരറ്റ് വലിച്ചു എന്ന് ചോദിക്കുമ്പോൾ ജിൻഡോ പറയുന്നു, ഞാൻ വലിച്ചില്ല ലാലേട്ടാ, ഞാൻ ഇവിടെ വലിച്ചുകൊണ്ട് പോയി ആ വെയിലത്ത് നിന്ന് പുഷപ്പ് ചെയ്യുകയാണ് ചെയ്തത്, എന്നിട്ട് ഇവിടെ ഒട്ടും സഹകരിച്ചില്ല, എന്നോടിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം അത് സമ്മതിക്കുന്നുണ്ട്, ജിൻഡോ ഒരിക്കലും സിഗരറ്റ് വലിച്ചില്ല എന്ന് അവിടുത്തെ മത്സരാർത്ഥികളും സമ്മതിക്കുന്നുണ്ട്. അപ്പം നോറ എന്തിനീ കള്ളം പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അവൾ പറയുന്ന കള്ളമാണെന്ന് പറഞ്ഞപ്പം നോറ പറയുന്നു, എന്നെ കള്ളിയാക്കരുത്, ഞാൻ ഒരിക്കലും കള്ളം പറയില്ല. സത്യം പറഞ്ഞ നോറ എന്താ പറഞ്ഞത്, ജിൻഡോ വലിച്ചുകൊണ്ട് പോയി സിഗരറ്റ് വലിച്ചു എന്ന് പറഞ്ഞ നോറ തന്നെ പിന്നെ പറയുന്നു, ഞാൻ കള്ളമല്ല പറഞ്ഞത്. അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം ജിൻഡോയുടെ കൂടെ നിൽക്കുന്നു, നോറ കളിച്ചത് ശരിയായില്ല, നോറ നന്നായി ചെയ്തില്ല എന്ന് പറയുന്നു. വളരെ ഫണ്ണി ടാസ്ക് ആയിരുന്നു അത്, പക്ഷേ നോറ വേണ്ട വിധം സഹകരിച്ചില്ല എന്ന് അവരെല്ലാം ഒറ്റസ്വരത്തിൽ പറയുന്നുണ്ട്. ഏതായാലും എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഫിക്സ് തുടങ്ങിയ പിന്നെ ജിൻഡോയ്ക്ക് അനുകൂലമായി അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം ഒന്നിച്ചു നിൽക്കുന്ന ഒരു ഘട്ടം കണ്ടത് ഇന്ന് മാത്രമാണ്. അത് തന്നെ വളരെ വലിയ സന്തോഷം ഉണ്ടാകുന്ന കാര്യം അല്ലേ. നോറ എന്തൊക്കെയോ പറയുന്നു, ഞാൻ കള്ളം പറഞ്ഞെന്ന് പറഞ്ഞു, ഞാൻ കള്ളം ഒരിക്കലും പറയില്ല എന്ന് പറഞ്ഞു. നോറ കള്ളം പറയില്ലെന്ന് പറഞ്ഞു, പക്ഷേ കള്ളമാണ് പറഞ്ഞത് എന്നുള്ളത് പ്രേക്ഷകർ ഒന്നാകെ കണ്ടു. അല്ലെങ്കിൽ ജിൻഡോ അത് പൊളിച്ചടുക്കി കൊടുത്തു. നോറയുടെ കള്ളത്തരങ്ങൾ ഏതായാലും പ്രേക്ഷകർ മൊത്തം കണ്ടു. അപ്പം ഞാൻ ഇന്ന് പറയും, ജിൻഡോ വല്ലപ്പോഴും മാത്രമേ സംസാരിക്കുകയുള്ളൂ, പക്ഷെ അത് പറയുന്നത് ഒരുമാതിരി ഒന്നൊന്നര പറച്ചിലായി മാറും. അതുതന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിലും നമ്മൾ കണ്ടത്.